കഴിഞ്ഞ ദിവസം രസകരമായൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കണ്ടിരുന്നു. ഒരു ചെറുപ്പക്കാരൻ പങ്കുവച്ചതാണ്. അയാൾ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ യാത്ര ചെയ്യുന്നു. ഏറ്റവും അവസാനത്തെ കോച്ചിലാണ് റിസർവേഷൻ ഉണ്ടായിരുന്നത്. ഈ കോച്ച് D16 17 18 മറ്റോ ആണ്. ഈ കോച്ച് ഐസൊലേറ്റഡ് ആയിരുന്നു, ട്രെയിനിൻ്റെ മറ്റ് കോച്ചുകളുമായിട്ട് ബന്ധമില്ലാത്ത കോച്ചായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അവിടെ ഈ പാൻട്രിക്കാർ വരില്ല, ഒരു ചായ പോലും കിട്ടില്ല, ആകെപ്പാടെ ദുരവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു പോസ്റ്റ്. ഒന്ന് ഫ്രണ്ടിൽ പോയി ഏതെങ്കിലും ക്യാൻറ്റീൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് ചായ വാങ്ങാമെന്ന് വിചാരിച്ചാൽ ഇറങ്ങുമ്പോഴത്തേക്കും വണ്ടി വിടും. ഈ ഒരു അവസ്ഥയായിരുന്നു. ആക്ച്വലി ഈ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പഴയ ഒരു നമ്പൂതിരി നടത്തിയ ഒരു യാത്രയാണ്. നമ്പൂതിരി ഫലിതമാണ്, വളരെ ഫേമസ് ആണ്, എന്നാലും ഞാൻ പങ്കുവയ്ക്കുന്നു. സംഗതി ഇതാണ്. ഒരു നമ്പൂതിരി പണ്ട് ഒരു ട്രെയിനിൽ യാത്ര ചെയ്തു. അദ്ദേഹത്തിന് കിട്ടിയത് ഏറ്റവും പുറകിലത്തെ കോച്ചായിരുന്നു. അങ്ങനെ ഈ പാവപ്പെട്ട മനുഷ്യൻ അന്ന് ഒരു 10-50-60 വർഷം മുമ്പുള്ള അവസ്ഥയാണ്. ആലോചിച്ച് നോക്കണം. ഇതുപോലെ പാൻട്രി ചായക്കാരൊന്നും അവിടെ വരുന്നില്ല, വെള്ളം പോലും കിട്ടുന്നില്ല. ഈ മനുഷ്യൻ ഏതെങ്കിലും സ്റ്റേഷനിൽ വണ്ടി നിർത്തും, അവിടെ നിന്ന് എടുത്ത് ചാടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി എടുത്ത് ചാടി ഓടി സ്റ്റാളിലേക്ക് ചെല്ലാൻ ശ്രമിക്കും. അപ്പോഴത്തേക്ക് ഗാർഡും വണ്ടി വിസിലടിക്കും, ഗാർഡ് കൊടി കാണിക്കും, വെപ്രാളപ്പെട്ട് തിരിച്ചു വന്ന് വീണ്ടും ഇയാൾ കയറും. അങ്ങനെ യാത്ര കംപ്ലീറ്റ് ദുരന്തമായിരുന്നു. അവസാനം വരെ ഈ മനുഷ്യൻ ആകെപ്പാടെ ഓടിയത് മിച്ചം ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ല. അവസാനം ഇദ്ദേഹം വന്ന ഉടനെ ചെയ്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വെള്ള പേപ്പർ എടുത്തു, വിശദമായൊരു കത്തെഴുതി റെയിൽവേ ജനറൽ മാനേജർക്ക് അയച്ചു. കത്ത് ഇതായിരുന്നു: സാർ, ഞാൻ ഇന്ന വണ്ടിയിലെ യാത്രക്കാരനായിരുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ ഭയങ്കരമായ ദുരനുഭവങ്ങളുണ്ടായി. എനിക്ക് ദാഹിച്ച വെള്ളം കിട്ടിയില്ല, ഒരു ചായ പിടിക്കണമെന്ന് ആഗ്രഹിച്ച് അതുപോലും നടന്നില്ല. അത്രയ്ക്ക് പ്രശ്നമാണ്. ഞാൻ ഏറ്റവും അവസാനത്തെ ബോഗിയിലാണ് യാത്ര ചെയ്തത്. എനിക്കൊരു നിർദ്ദേശമായിട്ട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒന്നുകിൽ ട്രെയിനിൻ്റെ അവസാനത്തെ ബോഗി ഒഴിവാക്കണം, അതല്ലെങ്കിൽ ഈ അവസാനത്തെ ബോഗിയെ ഇളക്കി ട്രെയിനിൻ്റെ നടുക്ക് പ്ലേസ് ചെയ്യണം. ഇങ്ങനൊരു ഐഡിയ അദ്ദേഹം ജനറൽ മാനേജർക്ക് എഴുതി അറിയിച്ചു. ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് ആ സംഗതിയാണ് ഓർമ്മ വന്നത്.